എഡ്ജ്ബാസ്റ്റണിൽ ചരിത്ര വിജയം നേടി ഇന്ത്യൻ ടീം 608 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 271 റൺസിന് ഇന്ത്യ പുറത്താക്കുകയായിരുന്നു. എഡ്ജ്ബാസ്റ്റണിൽ 58 വർഷത്തിനിടെ ഇന്ത്യയുടെ ആദ്യ ജയമാണ് ഇത്. ഇരട്ട സെഞ്ചുറിയും നേടിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ 336 റൺസിനാണ് ഇന്ത്യയുടെ ജയം. അവസാന ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകൾ വീഴ്ത്തിയ ആകാശ് ദീപ് സിംഗാണ് ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ചത്. മഴ മൂലം കളി വൈകിയാണ് ആരംഭിച്ചതെങ്കിലും ആദ്യ ഓവറുകളിൽ തന്നെ ഇംഗ്ലണ്ടിന് 2 വിക്കറ്റുകൾ നഷ്ടമായി. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 8 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും ഒലി പോപ്പിന്റെ വിക്കറ്റ് നഷ്ടമായി. റൺസ് 100 കടക്കും മുന്നേ ഹാരി ബ്രൂക്കും കൂടാരം കയറി. 2 വിക്കറ്റുകളും വീഴ്ത്തിയത് ആകാശ് ദീപ് തന്നെ. നായകനായ ബെൻ സ്റ്റോക്സിനെ വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കി. ക്രിസ് വോക്സിനെ പ്രസിദ്ധ് കൃഷ്ണയും തിരിച്ചയച്ചു. അവസാന 2 വിക്കറ്റുകളും വീഴ്ത്തി ആകാശ് ദീപ് ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകിയപ്പോൾ എഡ്ജ്ബാസ്റ്റണിൽ പിറന്നത് ചരിത്രം. 58 വർഷത്തിനിടയ്ക്ക് 8 ടെസ്റ്റുകൾ ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ കളിച്ചിട്ടുണ്ട്. ഒരു മത്സരം പോലും ജയിക്കാനായിട്ടില്ല. 58 വർഷത്തെ ചരിത്രം കൂടിയാണ് ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം തിരുത്തിയെഴുതിയത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ജയത്തോടെ ഇന്ത്യ ഇംഗ്ലണ്ടിനൊപ്പമെത്തി. പരമ്പരയിലെ 3ാമത്തെ മത്സരം ജൂലൈ 10 മുതൽ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.